ഹലോ എവരിവൺ, നമ്മൾ കീം 2018 ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം തൊട്ട് കൃത്യമായിട്ട് കാണുക. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നത്തെ പാർട്ടിൽ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്ത് തുടങ്ങാം. Question number 1. The value of 2 cos of 75 degree plus I sin 75 degree divided by 0.2 cos 30 degree plus I sin 30 degree. അപ്പോൾ ഇത് കോംപ്ലക്സ് നമ്പറിൻ്റെ സിംപ്ലിഫിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്നത് പോളാർ ഫോമിലാണ്. ഓക്കെ, പോളാർ ഫോമിൽ അതിനെ സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. ബൈ ദ വേ, കോസ് 75 ഡിഗ്രി പ്ലസ് ഐ സൈൻ 75 ഡിഗ്രീനെ നമുക്ക് എളുപ്പത്തിൽ ഓയിലർ ഫോമിൽ എഴുതാൻ പറ്റും. e⁻i 75 ഡിഗ്രി എന്ന് എഴുതാം. അതുപോലെ കോസ് 30 ഡിഗ്രി പ്ലസ് ഐ സൈൻ 30 ഡിഗ്രീനെ e⁻i 30 ഡിഗ്രി എന്ന് എഴുതാം. ഇങ്ങനെ എഴുതേണ്ട ഗുണം എന്ന് വെച്ചാലേ ഇത് കണ്ട, ഇത് രണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുക. ഇത് രണ്ടും ഓക്കെ, സുഖമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായി, e⁻i 75 ബൈ e⁻i 30 എന്ന് പറയുന്നത് e⁻i 45 ഡിഗ്രീസ് ആയി. e⁻i 45 ഡിഗ്രി എന്ന് പറയുന്നത് കോസ് 45 ഡിഗ്രീസ് പ്ലസ് ഐ സൈൻ 45 ഡിഗ്രീസ് ആണ് സംഭവം. ഓക്കെ, എളുപ്പമായല്ലോ. ഈ 2 ഡിവൈഡഡ് ബൈ 0.2 എത്രയായി? 10 ആയി. ഓക്കെ, അപ്പോൾ 10 ഇൻറ്റു ഈ നമ്പർ, 10 ഇൻറ്റു ആ നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? കോസ് 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√2 പ്ലസ് ഐ സൈൻ 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ i/√2. അപ്പോൾ 5√2 അല്ലെങ്കിൽ 10/√2 അങ്ങനത്തെ ആൻസർ ഉണ്ടല്ലോ അല്ലേ. 10/√2 ടൈംസ് 1 പ്ലസ് ഐ ആണ് ആൻസർ. അപ്പോൾ ബോക്സാണ് നമുക്ക് കിട്ടിയത്. ഞാൻ കീ നോക്കട്ടെ. യെസ്, ബോക്സ് ആണ് ആൻസർ. സോ ദാറ്റ്സ് ദി ആൻസർ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ഓയിലർ ഫോം ആണ്. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റന് e⁻i തീറ്റ എന്ന് എഴുതിയപ്പോൾ കോംപ്ലക്സ് നമ്പർ ഡിവിഷൻ എളുപ്പമായി. ക്വസ്റ്റ്യൻ നമ്പർ 2ാമത്തെ ചോദ്യം, സെക്കൻഡ് ക്വസ്റ്റ്യൻ. The conjugate of a complex number z is 1/1 I minus 1, then z is. ഇത് പണ്ടൊരിക്കൽ AIEEE അതോ JEEക്കോ മറ്റോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് കണ്ടിട്ട് വന്നുള്ള ക്വസ്റ്റ്യനാണ്, കണ്ടുപരിചയമുണ്ട്. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ തന്നിരിക്കുന്നുണ്ട്. അതായത് സെഡിൻ്റെ കോൺജുഗേറ്റ് ആണ് ഈ തന്നിരിക്കുന്നത് 1/i minus 1. അപ്പോൾ z കിട്ടാൻ എന്ത് ചെയ്യണം? അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കണം. അപ്പോൾ z കോൺജുഗേറ്റിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും z. അപ്പോൾ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഐ ഉള്ള ഭാഗങ്ങളൊക്കെ എന്താക്കുന്നു? -i ആക്കി മാറ്റുന്നു. -i -1 അപ്പോൾ വേണമെങ്കിൽ മൊത്തത്തിലൊരു മൈനസ് മേലേക്ക് ഉണ്ടായാൽ ഇത് -i+1 എന്ന് എഴുതാം. -1/i+1 അങ്ങനത്തെ ആൻസർ ഉണ്ട് കേട്ടോ. ഡോഗ് ആണുള്ളത്. ഞാൻ കീ നോക്കട്ടെ. യെസ്, ഡോഗ് ഇസ് ദി ആൻസർ. അപ്പോൾ ഒന്നുമില്ല, ഐ ഉള്ളിടത്ത് -i ആക്കി മാറ്റി. അപ്പോൾ മൊത്തത്തിൽ വന്ന മൈനസിൻ്റെ മേലേക്ക് കയറ്റി, അത്രേ ഉള്ളൂ, സിമ്പിൾ. 3ാമത്തെ ചോദ്യം ചെയ്യാം നമുക്ക്. The value of I power 18 plus 1/i whole power 25 whole cube. ഇപ്പോൾ ഇത് ഐയുടെ ഹയർ പവേഴ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഐ എന്ന് പറഞ്ഞ സാധനം √(-1) ആണ്, അഥവാ i² -1 ആണ്. i³ എന്ന് പറഞ്ഞ സാധനം i² ഇൻറ്റു ഐ ആണ്. i² -1 ആണ്. -1 ഇൻറ്റു ഐ എന്ന് പറയുന്നത് -i. I power 4 എന്ന് പറഞ്ഞ സാധനം i² ഇൻറ്റു i². i² ഇൻറ്റു i² എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു -1 1i. ഓക്കെ, നെക്സ്റ്റ് ഇസ് i power 5. i power 5 എന്ന് പറയുന്നത് i power 4 ഇൻറ്റു ഐ ആണ്. ദാറ്റ് ബിക്കംസ് i, കാരണം i power 4 എന്താണ്? 1 ആണ്. i power 6 എന്താണ്? i power 6 എന്ന് പറയുന്നത് i power 4 ഇൻറ്റു i², അത് -1. അപ്പോൾ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യണം കണ്ടോ. i -1 -i1, പിന്നെയും i -1 -i1, അങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അറിയേണ്ട കാര്യം ഇതാണ്, ഐയുടെ ഹയർ പവറുകൾ. ഐ പവർ 4k ഫോമിലുള്ള നമ്പർ 1 ആയിരിക്കും. ഐ പവർ 4k + 1 എന്തായിരിക്കും? ഐ ആയിരിക്കും.
ഐ പവർ 4k പ്ലസ് 2 ഐ സ്ക്വയർ അഥവാ -1 ആയിരിക്കും. ഐ പവർ 4k പ്ലസ് 3 എന്തായിരിക്കും? -i ആയിരിക്കും. അപ്പോൾ ഇതാണ് അതിലെ ഐഡിയ, ഐയുടെ ഹയർ പവറുകൾ. ഓക്കെ, ഐ പവർ 4k ഇതും എനിക്ക് തോന്നുന്നു മുന്നത്തെ ഏതോ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ക്വസ്റ്റ്യനുകൾ പിറക്കിയെടുത്തിരിക്കുകയെന്നാണ് തോന്നുന്നത്. ഐ പവർ 4k 1 ആണ്. ഐ പവർ 4k പ്ലസ് 1 എന്ന് പറയുന്നത് ഐ ആണ്. ഐ പവർ 4k പ്ലസ് 2 ഐ സ്ക്വയർ -1. ഐ പവർ 4k പ്ലസ് 3 ഐ ക്യൂബ് ആയിരിക്കും അഥവാ -i ആയിരിക്കും. അതോടൊപ്പം തന്നെ അറിയേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഐയുടെ 4 കോൺസിക്യൂട്ടീവ് പവറുകൾ ആഡ് ചെയ്താൽ 0 ആയിരിക്കും. ഏതെങ്കിലും 4 കോൺസിക്യൂട്ടീവ്, 1 തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഐ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. 4 കോൺസിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ഐ എടുത്ത് ആഡ് ചെയ്താൽ അഥവാ ഐ പവർ 4k പ്ലസ് ഐ പവർ 4k പ്ലസ് 1 പ്ലസ് ഐ പവർ 4k പ്ലസ് 2 പ്ലസ് ഐ പവർ 4k പ്ലസ് 3 ഈസ് ഗോയിങ് ടു ബി 0. 4 കോൺസിക്യൂട്ടീവ് പവേഴ്സ്, 4 കോൺസിക്യൂട്ടീവ് കേട്ടോ. അതേപോലെ 1/i എങ്ങനെ കണ്ടുപിടിക്കുക? 1/i എന്ന് പറഞ്ഞ സാധനം ഒന്നുകിൽ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റിൻ്റെ മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ i ഇൻറ്റു i -1 മൈനസ്, അപ്പോൾ ഡിനോമിനേറ്റർ എന്തായി മാറി? ന്യൂമറേറ്റർ -i. i ഇൻറ്റു i -1 ആണ്, അപ്പോൾ ഇത് 1i അഥവാ -i ആയി. ഇങ്ങനെ എഴുതാം. അപ്പോൾ 1/i -i ആണ്. 1/i is -i. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം നമുക്ക്, 1/i എന്ന് പറഞ്ഞത് i പവർ 4/i ആണ്. i പവർ 4/i എന്ന് പറയുന്നത് i ക്യൂബ് ആണ്. i ക്യൂബ് എന്ന് പറയുന്നത് -i ആണ്. ഇങ്ങനെയും ചിന്തിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. i പവർ 18 നോക്കിക്കൊണ്ട് പറയാം. i പവർ 18 എന്ന് പറയുന്ന സാധനം i പവർ 16 പ്ലസ് 2 അഥവാ ഐ സ്ക്വയർ ആണ്. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 1/i എന്ന് പറയുന്ന സാധനം -i ആണ്. നമ്മൾ കണ്ടു -i പവർ 25 എന്ന് പറയുന്നത് മൈനസ് ഓൾറെഡി പുറത്തെടുത്തു. പിന്നെ i പവർ 25. i പവർ 25 എന്ന് പറഞ്ഞാൽ i പവർ 24 പ്ലസ് 1. i പവർ 24 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ i തന്നെയാണ്. അപ്പം -1 ഇൻറ്റു i ആണ് അഥവാ -i ആണ് ഈ സാധനം. അപ്പം -1 പിന്നെ പ്ലസ് -i ഹോൾ ക്യൂബ് -1 -i ഹോൾ ക്യൂബ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം -1 -i ഹോൾ ക്യൂബ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് മൈനസിനെ ആദ്യം പുറത്തേക്ക് 2 രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. -1 -i ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒന്ന് മൈനസിനെ ആദ്യം പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്തായി? 1 + i ഹോൾ പവർ 3 ആയി. 1 + i ഹോൾ പവർ 3 ആയി. അപ്പോൾ ഇനി നമുക്കിത് എന്ത് ചെയ്യാം? a + b ഹോൾ ക്യൂബ് ഫോമാണ്. അപ്പോൾ ദിസ് ബിക്കംസ് a ക്യൂബ് പ്ലസ് b ക്യൂബ് പ്ലസ് 3a² b പ്ലസ് 3ab². But this becomes -1 i cube -i 3i പിന്നെ 3 into i square എന്ന് പറയുന്നത് -3. Okay, so this is -2 plus 2i അഥവാ 2 minus 2i. നമ്മൾ ചെയ്തത് ആൻസർ ശരിയാണോ നോക്കാം. 2 minus 2i ഉണ്ട്. എലിഫൻ്റ് ആണ് ആൻസർ. ചെക്ക് ചെയ്യട്ടെ ഞാൻ. യെസ്, എലിഫൻ്റ് ആണ് ആൻസർ. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്തു. ക്യൂബ് എടുക്കാൻ a + b ഹോൾ ക്യൂബ് എടുത്തു. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ഇതൊക്കെ ചെയ്യാൻ മടിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓയിലർ ഫോം അറിഞ്ഞാൽ മതി. ഈ 1 + i എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ മോഡുലസ് കണ്ടുപിടിക്കുക. √2 ആണ്. ഇപ്പോൾ √2 × 1/√2 + i/√2. അപ്പോൾ cos θ 1/√2 sin θ 1/√2 ആണ്. അപ്പോൾ ഇതെന്താണ്? cos π/4 plus i sin π/4 √2 e raised to i π/4 √2 e raised to i π/4. അപ്പോൾ നമുക്ക് വേണ്ടത് -1 + i ഹോൾ ക്യൂബ് ആണ്. സോ -√2 e raised to i π/4 ഹോൾ പവർ 3. So this becomes -√2 ക്യൂബ് എന്ന് പറയുന്നത് 2√2. ഓക്കെ, പിന്നെ ഈ സാധനം എന്തായി മാറി? e raised to i 3π/4 e raised to i 3π/4. So this becomes -2√2 into cos 3π/4 plus i sin 3π/4. So this becomes -2√2 into cos 3π/4 എന്ന് പറഞ്ഞ സാധനം -1/√2 ആണ്. പ്ലസ് i sin π/4 3π/4 എന്ന് പറയുന്നത് 1/√2 ആണ്.
അപ്പോൾ I by root 2. അപ്പോൾ root 2 ക്യാൻസൽ ചെയ്തു. നെഗറ്റീവിന് ഉള്ളിലേക്ക് കയറ്റിയാൽ 2 into 1 minus I. 2 into 1 minus I. ഇതന്നെയാണ് ആൻസർ. നോക്കാം നമുക്ക്. 2 minus 2I. യെസ് രണ്ട് രീതിയിൽ നമ്മൾ ചെയ്തു. ഒന്ന് a plus b ഹോൾ ക്യൂബ് ഉപയോഗിച്ചു, സാധാരണ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിൻ്റെ ആൾജിബ്ര ഉപയോഗിച്ചു. രണ്ടാമത്തെ എന്ത് ചെയ്തു, നമ്മളതിനെ പോളാർ കോർഡിനേറ്റ്സ് അല്ല ഓയിലർ ഫോമിൽ എഴുതിയിട്ട് ചെയ്തു. ഫൈൻ. എത്രാമത്തെ ക്വസ്റ്റ്യൻ അത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കുഴപ്പമില്ലല്ലോ. യെസ്, നാലാമത്തെ ക്വസ്റ്റ്യൻ. The modulus of 1 plus I by 1 minus I minus 1 minus I by 1 plus I. ഇപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഒന്ന് 1 plus I by 1 minus Iയും മറ്റേത് അതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ ആദ്യം ഒരെണ്ണെടുത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ രണ്ട് വഴി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എന്താണ്, സാധാരണ നമ്മുടെ സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. കോൺജുഗേറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം, I യോടൊത്ത് മൈനസ് I ആക്കിയാൽ മതി. സോ ദിസ് ബിക്കംസ് 1 plus I by 1 minus I. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ എന്തായി മാറി, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അഥവാ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ന്യൂമറേറ്റർ 1 പ്ലസ് ഐ ദി ഹോൾ സ്ക്വയർ ആയി. 1 പ്ലസ് ഐ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം 1 സ്ക്വയർ പ്ലസ് ഐ സ്ക്വയർ പ്ലസ് 2i ബൈ 2. 1 സ്ക്വയർ പ്ലസ് ഐ സ്ക്വയർ എന്തായി പോയി, 1 സ്ക്വയർ പ്ലസ് ഐ സ്ക്വയർ ക്യാൻസൽ ആയി പോയി. 2i ബൈ 2 എന്ന് പറയുമ്പോൾ എന്തായി, ഐ ആയി മാറി. ഐ. അപ്പോൾ 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ എന്ന് പറഞ്ഞ സാധനം ഐ ആണ് കേട്ടോ. 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ എന്ന് പറയുന്നത് ഐ ആണ്. 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ എന്ന് പറയുന്നത് ഐ ആണ്. ഇനി ഇത് വേറെ രീതിയിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ എന്ന് പറയുന്ന സാധനം ന്യൂമറേറ്ററിനെ ഞാൻ എന്ത് ചെയ്യാൻ പോകണു, ഓയിലർ ഫോമിൽ എഴുതാൻ പോകണം. ന്യൂമറേറ്റർ നമ്മൾ √2 പുറത്ത് കൊടുത്തു മോഡുലസ്. അപ്പോൾ ബാക്കി എന്താണ്, 1/2 1/√2 പ്ലസ് ഐ ബൈ √2 ആണ്. 1/√2 പ്ലസ് ഐ ബൈ √2 എന്ന് പറഞ്ഞ സാധനം ഇതെന്താണ്, √2 e raised to i pi by 4 ആണ്. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺജുഗേറ്റ് ആണ്. അപ്പോൾ √2 e raised to മൈനസ് ഐ പൈ ബൈ 4 ആണ്. ഐ ഉള്ളിടത്തൊക്കെ മൈനസ് ഐ ആക്കി. അപ്പോൾ √2 ക്യാൻസൽ ആയി പോയി, e raised to i pi by 2. e raised to i pi by 2 എന്ന് പറയുന്നത് cos pi by 2 പ്ലസ് i sin pi by 2. cos pi by 2 0, sin pi by 2 1. സോ ദിസ് ഇസ് അഗെയിൻ i. അപ്പോൾ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞത് എന്താണ്, സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് മേലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ വേ ഞാൻ പറഞ്ഞത് എന്താണ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ എന്ത് ചെയ്യുക, ഓയിലർ ഫോമിൽ എഴുതി വെക്കുക. കാരണം കോംപ്ലക്സ് നമ്പറിൻ്റെ ഡിവിഷൻ അപ്പോൾ എളുപ്പമായി. ഓക്കെ, വേറെ വഴി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ അല്ലേ, നമുക്കിതിന് ഇങ്ങനെ എഴുതാം. എങ്ങനെ, 1ന് i പവർ 4 എന്ന് എഴുതാം പ്ലസ് ഐ ബൈ 1 ഇവിടെ i പവർ 4 ആണ്, പിന്നെ മൈനസ് ഐ എന്ന് പറഞ്ഞ സാധനം i ക്യൂബ് ആണ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ വേണ്ട, അതിന് ഇത്രയും കൂടി എളുപ്പത്തിൽ ചെയ്യാം. വണ്ണിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 1നെ നമുക്ക് മൈനസ് ഐ സ്ക്വയർ എന്ന് എഴുതാം പ്ലസ് ഐ എന്ന് എഴുതി ബൈ 1 മൈനസ് ഐ. ഓക്കെ, ഇനി ന്യൂമറേറ്ററിൽ നിന്ന് ഞാൻ ഐനെ പുറത്തേക്ക് എടുക്കാൻ പോവാം. ന്യൂമറേറ്ററിന് ഐനെ പുറത്തേക്ക് എടുത്താൽ ഐ ഇൻറ്റു മൈനസ് ഐ പ്ലസ് 1. ഡിനോമിനേറ്ററിലോ 1 മൈനസ് ഐ. ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയിപ്പോയി. ഐ മൈനസ് 1 മൈനസ് ഐ 1 മൈനസ് ഐ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഐ തന്നെ കിട്ടി. അപ്പോൾ 3 മെത്തേഡ് ഞാൻ പറഞ്ഞു അതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ദിസ് ബിക്കംസ് ഐ. സോ ദിസ് ക്വാണ്ടിറ്റി ഈസ് ഐ. മറ്റേ സാധനം അതിൻ്റെ റെസിപ്രോക്കലാണ് 1/i. 1/i എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ്. സോ ദിസ് ഇസ് മൈനസ് ഐ ആണ്. ഐ മൈനസ് മൈനസ് ഐ എന്ന് പറയുമ്പോൾ 2i ആണ്. 2iയുടെ മോഡുലസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 കീ നോക്കാം നമുക്ക്. നാലാമത്തെ ചോദ്യമല്ലേ, നാലാമത്തെ ആൻസർ 2.
യെസ്, 2 is the answer. ഓക്കെ, ഇപ്പം 2 ടേം സെപ്പറേറ്റ് ആണ് ഞാൻ ചെയ്തേട്ടാ. ഇനി നിങ്ങൾക്ക് ഇത് ഒരുമിച്ച് വേണമെങ്കിൽ LCM ഒക്കെ എടുത്ത് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ 5ാമത്തെ ചോദ്യം. z is equal to e raised to I 4 pi by 3 എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ z പവർ 192 പ്ലസ് z പവർ 194 ഹോൾ ക്യൂബ്. ഈ z is equal to e raised to I 4 pi by 3ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നമുക്ക് അറിയാം ഒമേഗ എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ഒമേഗ എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ എക്സ് ക്യൂബ് മൈനസ് 1 is equal to 0 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റൂട്ടുകൾ എന്തൊക്കെയാണ്? എക്സ് is equal to 1 ആണ്. പിന്നെ എക്സ് is equal to -1/2 പ്ലസ് I√3/2ഉം -1/2 മൈനസ് I√3/2. ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചത് കിട്ടും. 2 കോംപ്ലക്സ് റൂട്ടുകളും കൂടി കിട്ടും. ഫാക്ടറൈസ് ചെയ്യുക, x-1 ഫാക്ടറൈസ് ചെയ്യുക. ദിസ് ഇസ് x-1 ഇൻറ്റു x² പ്ലസ് x+1 is equal to 0. അപ്പോൾ x is equal to 1ഉം കിട്ടും, ഈ 2 റൂട്ടുകളും കിട്ടും. ഇനി ശ്രദ്ധിച്ച്, ഇതിനെയാണ് നമ്മൾ ഒമേഗ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഒമേഗ കോൺജുഗേറ്റ് ആണ്. പക്ഷേ ഒമേഗനെ സ്ക്വയർ ചെയ്താൽ ഇത് തന്നെയാണ് കിട്ടാൻ പോണേ. അപ്പോൾ ദിസ് ഇസ് ഒമേഗ സ്ക്വയർ എന്ന് വിളിക്കും നമ്മൾ. ഈ സാധനം എടുത്ത് സ്ക്വയർ ചെയ്തോ കിട്ടും, അപ്പോൾ ഇത് കിട്ടും. അതേപോലെ ഇത് സ്ക്വയർ ചെയ്തോ ഇതും കിട്ടും കേട്ടോ. ഏതിനെ വേണമെങ്കിലും ഒമേഗ എന്ന് വിളിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേത് എന്തായിരിക്കും? ഒമേഗ കോൺജുഗേറ്റ് ആവും. ഒമേഗ കോൺജുഗേറ്റ് തന്നെ ആയിരിക്കും എന്ത്? ഒമേഗ സ്ക്വയർ. ഇതിനെ ഒമേഗ എന്ന് വിളിച്ചത് ഒമേഗ സ്ക്വയർ, ഒമേഗ കോൺജുഗേറ്റും. ഇതിന് ഒമേഗ എന്ന് വിളിച്ചാൽ ഇത് ഒമേഗ സ്ക്വയർ ആയിരിക്കും, അതിൻ്റെ കോൺജുഗേറ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ യൂഷ്വലി നമ്മൾ -1/2 പ്ലസ് I√3/2 ഒമേഗ എന്ന് വിളിക്കുക, അതിൻ്റെ കോൺജുഗേറ്റ് ഈ സാധനം. ഓക്കെ, അപ്പോൾ ഈ ഒമേഗ എന്ന് പറഞ്ഞ സാധനം നോക്കി നോക്കിയേ. കോസ് തീറ്റ -1/2 സൈൻ തീറ്റ √3/2 എന്ന് പറയുന്നത് e raised to I 2 pi by 3 ആണ്. അത് മറക്കരുത്. e raised to I 2 pi by 3 ആണ് ഒമേഗ. അപ്പം മറക്കരുത് ഈ സാധനം. ഒമേഗ എന്ന് പറയുന്നത് e raised to I 2 pi by 3 ആണ്. അപ്പോൾ ഒമേഗ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് രണ്ടാമത്തെ സാധനം. അത് e raised to -I 2 pi by 3 ആണ്. ഓക്കെ, നമുക്കറിയാം ആർഗ്യുമെന്റിന്റെ കൂടെ 2π ആഡ് ചെയ്താലും കോംപ്ലക്സ് നമ്പറിനൊന്നും വ്യത്യാസം വരാൻ പോകുന്നില്ല. കാരണം എന്താ? കോസും സൈനും ആണല്ലോ. കോസും സൈനിന്റെ കൂടെ ഉള്ളിൽ എന്താണ് 2π ആഡ് ചെയ്താലും വ്യത്യാസം വരാൻ പോകുന്നില്ല. അപ്പോൾ ഈ സാധനത്തിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? e raised to I ഇൻറ്റു ഓൾറെഡി ഉള്ള -2π/3യുടെ കൂടെ പ്ലസ് 2πയും കൂടി ആഡ് ചെയ്യാം. 2πയും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടാൻ പോണത്? e raised to I 4π/3 എന്ന് കിട്ടി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് അത് കിട്ടണത്. ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് e raised to I 4π/3 ആണ്. മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ സാധനം ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ പറഞ്ഞത് ഇത്ര മാത്രമാണ്. എന്താണ്? ഒമേഗ എന്ന് പറഞ്ഞത് -1/2 പ്ലസ് I√3/2 ആണ്. ഇതിനെ നമുക്ക് e raised to I 2π/3 എന്ന് എഴുതാം. ഒമേഗ സ്ക്വയർ തന്നെയായിരിക്കും എന്ത്? ഒമേഗ കോൺജുഗേറ്റ്. അത് -1/2 മൈനസ് I√3/2 ആണ്. ദാറ്റ് ഈസ് e raised to I 2π/3 എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ e raised to I 4π/3 എന്ന് എഴുതാം. അപ്പോൾ ആണ് ഒമേഗയുടെ ഫണ്ട. ഇനി ഒമേഗയുടെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ 1 പ്ലസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ ഒമേഗ ക്യൂബ് 1 ആയിരിക്കും. ഓക്കെ, അതുപോലെ അറിയേണ്ട ഒരു കാര്യം വെച്ചാൽ ഒമേഗയുടെ ഹയർ പവറുകളാണ്. ഒമേഗ പവർ 3k 1 ആയിരിക്കും. ഒമേഗ പവർ 3k പ്ലസ് 1 ഒമേഗ ആയിരിക്കും. ഒമേഗ പവർ 3k പ്ലസ് 2 ഒമേഗ സ്ക്വയർ ആയിരിക്കും. ഇതാണ് ഇതിലെ ബേസിക് ഐഡിയ, ഈ 3 കാര്യങ്ങൾ. അതെ, അത് 3 കാര്യം എന്ന് വെച്ചാൽ ഇത് 1, ഇത് 2, 3. ഓക്കെ, ശരി, നോക്കാം നമുക്ക് ആ ക്വസ്റ്റ്യൻ ഇനി. അപ്പം നമുക്ക് e raised to I 4π/3 നമ്മളിപ്പോൾ എവിടെ കണ്ടു? ഈ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് e raised to I 4π/3 കുറിച്ച്. e raised to I 4π/3 എന്ന് പറഞ്ഞാൽ എടുത്ത് തന്നിരിക്കുന്ന സാധനം ഒമേഗ സ്ക്വയർ ആണ്. ഓക്കെ, ഇതിനെ ഒമേഗ എന്ന് വിളിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മാറ്റിയ സാധനം ഓട്ടോമാറ്റിക്കലി എന്തായിട്ടുണ്ടാവും? ഒമേഗ സ്ക്വയർ ആയിരിക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് സെഡിനെ നമ്മൾ ഒമേഗ സ്ക്വയർ എന്ന് വിളിച്ചാൽ
ഇതെന്തായി z പവർ 192 എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ഹോൾ പവർ 192 പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ പവർ 194 ഹോൾ ക്യൂബ്. Okay, so this becomes omega power 193.84 plus omega power 388 whole power 3. ഇനി ഒമേഗയുടെ പവർ നോക്കാം 384 എന്നാണ് പറയുന്നത്. 390 ആണെങ്കിൽ 390 ആണെങ്കിൽ അതെന്താണ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പോൾ 384 എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 12 ഇത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. ദിസ് ഇസ് 1. ഈ സാധനം ഇത് ഓൾറെഡി 1 ആയി കഴിഞ്ഞു. ഇതെന്താണ് ഇൻറ്റു ഒമേഗ പവർ 4 ചെയ്തതാണ്. ഒമേഗ പവർ 4 എന്ന് പറഞ്ഞാൽ ഒമേഗ തന്നെയാണ്. 1 പ്ലസ് ഒമേഗ ഹോൾ ക്യൂബാണ് ഈ സാധനം. 1 പ്ലസ് ഒമേഗ ഹോൾ ക്യൂബാണ്. ഇനി 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്താ സാധനം 0 ആണ്. അപ്പോൾ 1 പ്ലസ് ഒമേഗ എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? മൈനസ് ഒമേഗ സ്ക്വയർ വെച്ച് റീപ്ലേസ് ചെയ്യാം, ഹോൾ ക്യൂബ്. അപ്പോൾ ദിസ് ബിക്കംസ് മൈനസ് ഓഫ് ഒമേഗ പവർ 6. ഒമേഗ പവർ 6 1 ആണ്. സോ ദിസ് ബിക്കംസ് -1. ഒമേഗ പവർ 6 1 ആയതുകൊണ്ട് എന്തായി -1 ആയി. -1 ആണ് നമുക്ക് കിട്ടിയത്. കീ ചെക്ക് ചെയ്യാം. അഞ്ചാമത്തെ ആൻസർ ബോക്സ് തന്നെയാണ്. ബോക്സ് ഇസ് ദി ആൻസർ. ഫൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇത് കൃത്യമായിട്ട് വാച്ച് ചെയ്തതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ കണ്ട് പഠിക്കുക. അത് കോച്ചിങ് ഒന്നും കിട്ടാത്തവർ ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പിന്നെയും കണ്ട് പഠിക്കുക, എഴുതി പഠിക്കുക. ഓക്കെ, സീ യു.